സൗദി അറേബ്യയും ഇറാനും സംയുക്ത സൈനികാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ധാരണയായി. അടുത്ത മാസം ജിദ്ദയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സൈനികാഭ്യാസം നടത്തും എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീയതി മാത്രം നിശ്ചയിച്ചിട്ടില്ല, എന്നാൽ ധാരണാക്കുറിപ്പുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഇത്തരം ഒരു നിലപാടുകളൊന്നും അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരിച്ചു എന്ന അഭിപ്രായം ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇറാനും സൗദി അറേബ്യയും തമ്മിലൊരു സംയുക്ത അഭ്യാസം നടത്തുന്നത് എന്ന് ചില മീഡിയകൾ ചോദിച്ചതായിരിക്കുന്ന വിവരമാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബന്ധം ഇറാനുമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് മുഴുവനായിട്ടും ഉണ്ട്. അമേരിക്കയുടെ നയ നിലപാടുകളൊന്നും അറബ് രാജ്യങ്ങൾക്ക് ഒരിക്കലും ഗുണപരമായിരിക്കുന്ന കാര്യമല്ല. ആശയപരമായും വിശ്വാസപരമായും അടിസ്ഥാനപരമായ രീതിയിലും അമേരിക്ക അറബ് രാജ്യങ്ങളുടെ ശത്രു തന്നെയാണ്. മറ്റൊരു ഗതിയും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്ക എല്ലാ കാലത്തും നൽകുകയും ഗസ നിവാസികൾക്ക് നേരെ ഇസ്രായേൽ ഇട്ട് പൊട്ടിക്കുന്ന എല്ലാ ബോംബും അമേരിക്കയുടെ ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടതുമാണ്. അപ്പോൾ തീരെ ദയാകാരുണ്യമില്ലാത്ത രീതിയിൽ കൂട്ടക്കുരുതി നടത്തുന്ന അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ എത്രയോ മെച്ചമാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇറാനുമായിട്ട് സഹകരിക്കൽ എന്ന നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.